ഹായ് കൂട്ടുകാരെ, നമുക്ക് എളുപ്പത്തിലൊരു ഏത്തപ്പഴം കൊണ്ട് ഒരു വൈകുന്നേരം സ്നാക്സ് ഉണ്ടാക്കിയാലോ. പിള്ളേർക്കെല്ലാം ഇഷ്ടപ്പെടും. ഏത്തപ്പഴം കഴിക്കാത്ത കുട്ടികളും കഴിക്കും. ഈ ഏത്തപ്പഴം ഉണ്ടല്ലോ, ഞാൻ ആദ്യം എടുത്തങ്ങ് അരച്ചു പോയി, വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോഴത്തേക്ക് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എടുത്തത്. ഏത്തപ്പഴം ഉണ്ട്, ജീരകം, ഏലക്ക എന്നിവ മിക്സിക്കകത്തിട്ട് നന്നായിട്ട് അരച്ചു. എന്നിട്ടോ എനിക്കിനി നമ്മൾ വാഴയിലക്കകത്താണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വാഴയില ഒന്ന് വാട്ടിയെടുക്കാമെന്ന് വിചാരിച്ച് വാഴയില വെള്ളത്തിലിട്ടൊന്ന് വാട്ടിയെടുത്തു. അപ്പോഴത്തേക്കും അമ്മ വേറൊരു പാത്രത്തിൽ ശർക്കര ഇട്ടു, തേങ്ങ ഇട്ടു. എൻ്റെ വീട്ടിലാണ് കേട്ടോ, അമ്മയുടെ അടുത്താണ് അമ്മയാണ് ഉണ്ടാക്കുന്നത്. ഞാനിങ്ങനെ വെറുതെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് അമ്മ കുറച്ച് റവ ഇട്ടു, അമ്മ അരിപ്പൊടി ഇട്ടു. എന്നിട്ടുണ്ടല്ലോ നമ്മൾ ഈ അരച്ച് വെച്ച കൂട്ടില്ലേ അതും ഇട്ട്, പിന്നെ കുറച്ച് ഉപ്പും ഇട്ട് അമ്മ ഇളക്കി. പിന്നെ കുറച്ച് വെള്ളം കൂടെ ആവശ്യത്തിന് വേണമെങ്കിൽ ഇതിനകത്ത് വെള്ളം ചേർത്ത് ഇളക്കണമെങ്കിൽ വെള്ളം ചേർത്ത് ഇളക്കാം കേട്ടോ. എന്തായാലും റവ ചേർത്തതുകൊണ്ട് നമ്മൾ എന്തായാലും വെള്ളം ചേർക്കണം. എന്നിട്ട് അതെല്ലാം കൂടെ മിക്സ് ചെയ്ത് ഉപ്പിട്ട് മിക്സ് ചെയ്ത് കുറച്ച് നേരം വെച്ചതിന് ശേഷം ഇതുപോലെ വാഴയില എടുത്ത് അതിനകത്തോട്ട് ഈ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതും വെച്ച് അടച്ച് നമ്മുടെ ഇഡ്ഡലി കുട്ടകത്തിനകത്തോട്ട് നിറച്ച് വയ്ക്കുകയാണ്. നിറച്ച് വെച്ച് ഞാൻ ചെറുതായിട്ട് പിന്നെ ഹെൽപ്പ് ചെയ്യാൻ അങ്ങോട്ട് പോയി കേട്ടോ. രണ്ടെണ്ണം അമ്മ വെക്കുന്ന എടുത്തിട്ട് പിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങളിതെല്ലാം കൂടെ എടുത്ത് വെച്ച് അടച്ച് വേവിച്ചു. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇതാ നമ്മുടെ ചക്കയുടെ റെഡി. ചക്കയുടെ എന്നാണ് വായി വന്നത് കേട്ടോ. ഇതാണ് പഴവട, ഏത്തപ്പഴ അട റെഡി. അതിനുശേഷം നല്ല ചായ ഉണ്ടാക്കിയേക്കാന്ന് വെച്ചാൽ അമ്മയാട്ടോ ഉണ്ടാക്കിയത്. ഒന്നും ഞാൻ ഉണ്ടാക്കിയില്ല, എല്ലാം ഞാൻ വീഡിയോ എടുത്തുള്ളൂ. ചായ എന്താടി. അങ്ങനെ ഒരു കഷ്ണം ഞാൻ കഴിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം എൻ്റെ മൂക്ക് കൊടുത്തപ്പോൾ അവൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. സൂപ്പറാണ്.